റോഡ് നന്നാക്കാത്ത രാഷ്ട്രീയക്കാർക്ക് വോട്ടില്ലെന്ന് മണലൂർ പഞ്ചായത്ത് 18-ാം വാർഡിലെ ജനങ്ങൾ. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ നൽകിയിട്ടും നടപടി ഇല്ലാതെ വന്നതോടെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യത്യസ്ത പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്ത് വന്നത്. പ്രധാന ജംഗ്ഷനുകളിലും വീടുകളുടെ മതിലുകളിലും അടക്കം വോട്ട് തരില്ലെന്ന ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മണലൂർ പഞ്ചായത്തിലെ വിളക്കുകാലിൽ നിന്ന് കൈപ്പോള അമ്പാച്ചിറയിലേക്കുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പരാതി നൽകിയിട്ടും പരിഹാരം കാണാതെ വന്നതോടെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യത്യസ്ത സമരവുമായി നാട്ടുകാർ രംഗത്ത് വന്നത്. റോഡ് സഞ്ചാരയോഗ്യമാക്കാത്ത ഇടത് വലത് മുന്നണികൾക്ക് വോട്ടില്ലെന്ന് നാട്ടുകാർ ഒന്നാകെ പറയുന്നു. റോഡ് പൂർണ്ണമായും തകർന്ന് താറുമാറായി കിടക്കുകയാണ്. വാഹനവുമായി റോഡിലിറങ്ങിയാൽ നടുപൊടിയുന്ന അവസ്ഥയെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. സ്കൂൾ വണ്ടി കുറേ വണ്ടികൾ പോണതാ. എന്നും രാവിലെ എണിച്ചിട്ട് ഓരോ വണ്ടി പഞ്ചറാവലും ഈ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ പഞ്ചറാവലും എല്ലാ പരിപാടികളും ഇതായിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ഇപ്പോഴാണ് ഒരു ഓർമ്മ വരുന്നത് ഇത് ഇങ്ങനെയാണ് രാഷ്ട്രീയത്തിൻ്റെ ഇത് കെടുക്കണേന്ന്. നമ്മളിപ്പോൾ ആരായാലും ചിന്തിച്ചു പോലോ, രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്ന് ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇത് ഈ റോഡ് ഇങ്ങനെ ആയതുകൊണ്ട് ആരും എനിക്ക് തോന്നില്ല രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ ഇതായിട്ട് നിൽക്കുന്നു. വോട്ടില്ല. UDF ആണ് നിലവിൽ മണലൂർ പഞ്ചായത്ത് ഭരിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന റോഡാണ് ഈ വിധം തകർന്ന് താറുമാറായി കിടക്കുന്നത്. 800ഓളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ കഴിയാത്ത ഇടത് വലത് മുന്നണികൾക്ക് ഇക്കുറി വോട്ടില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ഈ ഘട്ടത്തിൽ വാർഡിലെ വികസന പോരായ്മകൾ ഉയർത്തിക്കാട്ടിയാണ് NDA സ്ഥാനാർത്ഥിയുടെ പ്രചാരണം. വാർഡിലെ NDA സ്ഥാനാർത്ഥിയായ അനുമോൾ സുധീഷ് ഇതിനോടകം 3 തവണ വീടുകൾ കയറിയുള്ള പ്രചാരണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണെന്നും ഇടത് വലത് മുന്നണികളുടെ പൊള്ളത്തരങ്ങൾ ജനം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അനുമോൾ പറയുന്നു. ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ടും ഇവിടുത്തെ റോഡുകളുടെ വികസനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനിവിടെ സ്ഥാനാർത്ഥിയായിരുന്നു, ഞാനിവിടെ വിജയിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളിലൊക്കെ ഞാൻ ഇടപെടുന്നതായിരിക്കും, പരിഹരിക്കുന്നതായിരിക്കും. എല്ലാവരും നല്ല പോസിറ്റീവായിട്ടാണ് എനിക്ക് അഭിപ്രായങ്ങൾ പറയുന്നത്. അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടിയും പിന്നെ അവർക്കൊരു മാറ്റം വരുന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവരെന്നോട് എന്നിലും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ മുതൽ കുടിവെള്ള പ്രശ്നം വരെ വാർഡിൽ ചൂടുള്ള ചർച്ചാ വിഷയങ്ങളാണ്. ഈ വിഷയങ്ങൾക്ക് പരിഹാരം കാണുമെന്നും കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്ന വികസനം വാർഡിലേക്ക് എത്തിക്കുമെന്നും വാഗ്ദാനം നൽകിക്കൊണ്ടാണ് NDA സ്ഥാനാർത്ഥി അനുമോൾ സുധീഷിന്റെ പ്രചാരണം. ജനം, തൃശൂർ.